രാവിലെ അടുക്കളയിൽ ഇന്ദ്രപ്പണിനോട് കത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരിയുടെ കോള്. നീ എന്താ ഇന്നലെ കോളേജിൽ വരാതിരുന്ന്? നീ വരുന്നു പറഞ്ഞോണ്ടല്ലേ ഞങ്ങളെല്ലാവരും വന്നേ. റീയൂണിയം ഒക്കെ നീയായിരുന്നല്ലോ മുമ്പില്. ആളൽപ്പം കലിപ്പിലാണ്. പ്രശ്നം തണുപ്പിക്കാനായി ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ മുങ്ങി. ഉമ്മറത്ത് അച്ഛൻ രാവിലെ പത്രം സ്കാൻ ചെയ്യുന്ന ഡ്യൂട്ടിയിലായിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്ന് മന്ത്രിമാരെയും പീഡനവീരന്മാരെയും ശപിക്കുന്ന സമയത്താണ് അമ്മ അടുക്കളയിലേക്ക് വിളിച്ചത്. മോളെ, ഗൗരിക്ക് വിശേഷമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഈ തവണ മാസമുറ തെറ്റിയെന്ന് അമ്മയുടെ നാത്തൂൻ ശോഭനയാണ് പറഞ്ഞ്. മോൾ അവിടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. അമ്മയുടെ ആംഗ്ലയുടെ മോളാണ് ഗൗരി. ഞാനും ശ്രീയേട്ടനും ഗൗരി ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ പ്രണയത്തിന്റെ ദൂതൻ അവളായിരുന്നു. ശ്രീയേട്ടൻ +2 കഴിഞ്ഞ് പ്രാരാബ്ദം മൂലം പണിക്കിറങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള പുള്ളിയുടെ പ്രണയത്തിന് ബ്രോക്കറായി വന്നത് ഗൗരിയായിരുന്നു. ആദ്യം ശ്രീയേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികളും പറയുന്ന പോലെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പുള്ളിയുടെ കെട്ടിയവളായി ഞാൻ. 2 ജാതിയും അതുവായതുകൊണ്ട് തന്നെ 2 വീട്ടിലും ഞങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവസാനം 2 വീട്ടുകാരെയും വെറുപ്പിച്ച് ഞങ്ങൾ ഒന്നായി. കല്യാണത്തിന് മുൻനിരയിൽ നിന്ന് ഞങ്ങളുടെ ഹംസമായിരുന്നു ഗൗരി. മോളെ, നീ പോകുന്നില്ലേ? പിന്നെ ശ്രീകരനോട് വിളിച്ച് ചോദിച്ചിട്ട് പോ, ഇല്ലെങ്കിൽ അവൻ വരുമ്പോൾ പറയാത്തതിനോട് ദേഷ്യപ്പെടും. അമ്മയുടെ വിളി കേട്ടാണ് ഞാൻ സ്വപ്നലോകത്ത് നിന്ന് എഴുന്നേറ്റത്. മുറിയിൽ വന്ന് ശ്രീയേട്ടനെ വിളിച്ച്. ഹലോ ശ്രീയേട്ടാ, ഞാൻ ഗൗരിയുടെ കൂടെ ആശുപത്രിയിൽ പോയിക്കോട്ടെ? അവൾക്ക് വിശേഷമുണ്ടെന്ന് തോന്നുന്നു. അനുകൂട്ടാ, ഞാൻ ലോഡായിട്ട് ഓടത്തില്ല. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. 1/2 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീയേട്ടൻ വിളിച്ചു. ഹലോ ശ്രീയേട്ടാ, ഇന്നലെ രാത്രിയിൽ അനുകൂട്ടാ നിനക്കായേ. ഈ ദിവസം തന്നെ നിനക്ക് ഊര് കണ്ടാൻ പോണോ? ഇപ്പം കുഴപ്പമില്ല ശ്രീയേട്ടാ. ഓ, അപ്പൊ ഇന്നലെ രാത്രിയിൽ എൻ്റെ ഉറക്കം കളയാനുള്ള വയറുവേദനയായിരുന്നോ? അല്ല ശ്രീയേട്ടാ, രാവിലെ അമ്മ കഷായം ഉണ്ടാക്കി തന്നു. അത് കഴിച്ചപ്പോൾ പോയി. ഇപ്പൊ വേദനയൊന്നുമില്ല. ഞാൻ പൊക്കോട്ടെ? എൻ്റെ ശ്രീകുട്ടനല്ലേ. അല്ല, ഇന്നൊരിടത്തും പോകണ്ട. നാട് നിങ്ങളെ ചുറ്റിയിട്ട് രാത്രി പെണ്ണിന് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ഗൗരി എന്നെ നോക്കിയിരിക്കും. നീ ആൾ വിളിച്ച് അമ്മയുടെ കൂടെ പോകാൻ പറ. ശ്രീയേട്ടാ, ഞാൻ വേഗം വരാം പ്ലീസ്. ആരും ഫോൺ വെച്ചേ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ഞാൻ ഓട്ടം പോവാ. എൻ്റെ പെണ്ണ് നല്ല കുട്ടിയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാണോ. ബാക്കി വീട്ടിൽ വന്നിട്ട് വരാം. ശ്രീയേട്ടൻ വിടാത്തതിൻ്റെ സങ്കടം നേരെ ചെന്ന് കാണിച്ച അമ്മയുടെ അടുത്താണ്. അമ്മയുടെ മോൻ എന്നെ ഒരിടത്തും വിടില്ല. ഞാൻ ചെല്ലും നോക്കിയിരിക്കായിരിക്കും ഗൗരി. പാവം, ഇത്ര നാൾ ഞാൻ നിഴൽ വരെ കൂടാണെന്ന. അവൾക്ക് സന്തോഷിക്കാൻ ജീവിതത്തിലൊരു ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ അവളുടെ കൂടെയില്ല. എന്താ മോളെ ഇങ്ങനെ പറയാൻ? അവൻ പോകണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് പറയേണ്ട ഡയലോഗ് ഇവിടെ ഒന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. അവൾ എനിക്ക് കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ കൂടെപ്പിറപ്പും കൂടെയാണ്. ഈ ഡയലോഗ് അമ്മയുടെ ഉള്ളിൽ തട്ടുമെന്ന് കരുതി അടിച്ചതാണ്. എന്തായാലും സംഭവിച്ചു. മോള് ഗൗരിയുടെ കൂടെ പോയിട്ട് വാ. ശ്രീകുട്ട 6 മണിയാകുമ്പോഴേ എത്തും. അതിന് മുന്നേ ആയിട്ട് മോള് പോയിട്ട് വരണം. പിന്നെ എവിടെ പോയാലും 5:30 മുമ്പേ ആയിട്ട് വരണം എന്നല്ലേ അവൻ്റെ ഓർഡർ. അതിനൊക്കെ മുമ്പ് ഞാൻ വരും അമ്മേ. വന്നില്ലെങ്കിൽ നിന്റെ കൂടെ ഞാനും വഴക്ക് കേൾക്കേണ്ടി വരും. എൻ്റെ ഇന്ദിരപ്പെണ്ണ് പേടിക്കേണ്ട. അമ്മയുടെ വഴക്കാളിച്ചൊക്കെ വരുന്നതിന് മുന്നേ ഞാനിവിടെ ഹാജരാകും. നീ ഇന്ന് കിണുങ്ങാതെ വേഗം പോവാൻ നോക്ക്. ശരി തമ്പുരാട്ടി. അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഓടി. കുളിച്ച സുന്ദരിയായ ഒരു സാരിയും എടുത്ത് ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് ഓടി. അമ്മായി, നീ വന്നോ? ശ്രീ നിന്നെ വിട്ടോ? സാധാരണ അവൻ നിന്നിങ്ങനെ വിടാറില്ലല്ലോ. അമ്മായിയുടെ ശ്രീ വിട്ടില്ല, പക്ഷെ അമ്മായിയുടെ നാത്തും വിട്ടു. ആര്? ഇന്ദിരയോ? ശ്രീ വിട്ടാനോ അവള് വിടാൻ ഒരു ചാൻസും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് ഞാനും. ആദ്യമൊന്നും അമ്മ വിടാൻ പ്ലാനില്ലായിരുന്നു. പിന്നെ സെന്റി അടിച്ച്. എടി കള്ളി, നീ ഇന്ദിരയുടെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചല്ലേ. ഗൗരിയുടെ അമ്മായി, നിന്നോട് ഇനി മിണ്ടില്ലെന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോയി. കുറച്ച് ചൂടില്ല. ഞാൻ സ്റ്റെയർ കയറി മുകളിലുള്ള ഗൗരിയുടെ റൂമിലെത്തി. അവൾ എന്നോടുള്ള ദേഷ്യത്തിൽ കണ്ണാടിയുടെ മുമ്പിൽ മുടി ചെയ്ത് നിൽക്കുവാണ്. ഗൗരിക്കുട്ടി, നിന്റെ ഏടത്തി വന്നു കുട്ടി. ആരാ? മനസ്സിലായില്ല. ഗൗരി കലിപ്പിൽ ചോദിച്ചു. ഞാൻ കുട്ടിയുടെ ചേട്ടൻ്റെ കെട്ടിയവളാ. ഞാൻ എൻ്റെ ഗൗരിക്കുട്ടിയെ കാണാൻ വന്നാ. ഓഹോ, എന്താ നീ ഇന്നലെ റീയൂണിയന് വരാഞ്ഞ്? എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ഹരിയേട്ടനും വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇന്ദിരാൻ്റി പറഞ്ഞു നീയും ശ്രീയേട്ടനും കൂടെ അമ്പലത്തിൽ പോയെന്ന്. സോറി മോളെ, നിനക്കറിയാലോ ശ്രീയേട്ടൻ അവധിയുള്ള ദിവസം ഞായറാഴ്ചയാണ്. പിന്നെ എങ്ങനെയാ ഞാൻ വരുന്നത്? നീ തന്നെയല്ലേ ഒഴിവ് ദിവസം വെക്കാൻ പറഞ്ഞേ? അത് നേരാ എന്ന് പറഞ്ഞ് ഞായറാഴ്ച മാത്രമേ ഒഴിവ് ദിവസം ഉള്ളൂ. അതൊക്കെ പോട്ടെ, അമ്മായി പറഞ്ഞ് ശരിയാണോ വേണ്ടേ? ഉടനെ എനിക്ക് കമ്പനി ഒരാൾ വരുമോ? അറിയില്ലടി, ഒരു സംശയം. രാവിലെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയെ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി നോക്കാം. എന്തിനു നീ ഹരിയേട്ടനോട് പറഞ്ഞു? ഇല്ലടി, ശരിയാണോന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. തമ്പുരാട്ടി ഒരുങ്ങി കഴിഞ്ഞ് പുറപ്പെടായിരുന്നു. വാ, ഇന്ദിരാൻ്റി വിളിച്ചിരുന്നു. 5:30 മുമ്പ് നിന്നെ വീട്ടിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ പോവാം. 1/2 മണിക്കൂറിലേറെയുള്ള കാത്തിരിപ്പിന് ശേഷം ബസ് കിട്ടി. ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ചിന്നുവിനെ കാണാൻ ഗൗരി പോയി. ഞാൻ കയറിയില്ല. ശ്രീയേട്ടൻ്റെ പഴയ കാമുകിയാണ് ചിന്നു. പറയാതെ പോയ പ്രണയം. 2 പേരും ഉള്ളിൽ വെച്ച് നടന്നു. അവസാനം എങ്ങനെയോ 2 പേരും ആ പ്രണയം മറന്നു. ചിന്നുവിനെ ഞങ്ങളുടെ കൂടെ പഠിച്ച വിഷ്ണു കല്യാണം കഴിച്ചു. 1 വർഷത്തെ ദാമ്പത്യം. അവർ പിരിഞ്ഞു. ഇപ്പം ചിന്നവളുടെ വീട്ടിലാണ്. സത്യത്തിൽ അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയാണ്.
ആ പ്രണയം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ സ്ഥാനത്ത് അവൾ ഇരുന്നേനെ. ഗൗരിയുടെ കൂടെ വന്നാരാ? നേഴ്സ് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റത്. ഡോക്ടർ വിളിക്കുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറി. അനുവാണ് കൂടെ വന്ന്. ചിന്നുവിനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അതേന്ന് ഞാൻ മോളി. അനു, ഗുഡ് ന്യൂസ് ഉണ്ട്, ഗൗരിക്ക് വിശേഷമുണ്ട്. ആണോ? എന്നിട്ട് അവളെവിടെ? അപ്പുറത്ത് ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയി. അനു ഈ മെഡിസിൻ വാങ്ങിയിട്ട് വരും, ഗൗരി റെസ്റ്റ് റൂമിലുണ്ടാകും. ശരി ഡോക്ടർ. ഞാൻ കൺസൾട്ടിംഗ് റൂമിന് വെളിയിലിറങ്ങി അമ്മയും അമ്മായിയും വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ നന്നേ പേടിച്ചാണ് വർത്താനം പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്ത് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു വന്നപ്പോൾ ഗൗരി എന്നെ കാത്ത് റെസ്റ്റ് റൂമിലുണ്ടായിരുന്നു. തമ്പുരാട്ടി ഇവിടെ ഇരിക്കുകയാണ്, വേഗം എഴുന്നേറ്റ് ചെലവേടി പോത്തെ. നീ ഹരിയേട്ടനോട് പറഞ്ഞോ? ഇല്ലടി, എനിക്ക് നാണം. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഹരിയേട്ടനെ വിളിച്ചു പറഞ്ഞോളൂ. ഒന്ന് പോടി, നിനക്ക് നാണം. നീ ഒരു നാണുമാനം ഇല്ലാത്തവളാണെന്ന് എനിക്കറിയാം. അയ്യടി, കൂടുതൽ തമാശ പറയാ. എനിക്ക് വിശക്കുന്നു. നമുക്ക് ക്യാൻറ്റീനിൽ പോയൊരു മസാല ദോശ കഴിക്കാം. എനിക്ക് മസാല ദോശയൊന്നും വേണ്ട, എനിക്ക് ബിരിയാണി മതി. ബിരിയാണിയോ സ്ക്രൂ ആണിയോ എന്താണി വേണേലും വാങ്ങിച്ചു തരാം. നീ വാ. ഇനിയും കഴിക്കാൻ കൊടുത്തില്ലെങ്കിലേ കുഞ്ഞാവ് വഴക്കുണ്ടാക്കും. ഗൗരി എന്നെ വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. ചേട്ടാ, ഒരു മസാല ദോശ, ഒരു ചിക്കൻ ബിരിയാണി. ഞാനാണ് ഓർഡർ പറഞ്ഞത്. ഭക്ഷണം വരാനായി ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ മുഖം കണ്ടത്. എനിക്ക് എൻ്റെ മനസ്സിനെയും കണ്ണുകളെയും നിയന്ത്രിക്കാനായില്ല. ഞാൻ എത്രയോ കാലമായി കാണാൻ കൊതിച്ച മുഖം. എബിച്ചായ, എൻ്റെ മാത്രം എബിച്ചായ. എബിച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ആ മാറിലേക്ക് വീഴുമ്പോൾ മനസ്സിൽ പെയ്യാൻ വെമ്പിയുന്ന മഴ എൻ്റെ കണ്ണുകളിൽ കൂടി പെയ്യുന്നുണ്ടായിരുന്നു. കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാക്കിയിട്ട് ആരെയും വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ നീ? ഇപ്പൊ എവിടുന്ന ഈ കണ്ണീര്? എന്നെ നെഞ്ചിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് ഇച്ചായൻ ചോദിച്ചു. അന്നാരെയും വേണ്ടാന്ന് എനിക്കിപ്പോ എന്തുകൊണ്ട് ഇച്ചായനെ വേണം തോന്നി? ഇച്ചായൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ നിശബ്ദമായി നിൽക്കാൻ മാത്രമേ എന്നെ കൊണ്ടായുള്ളൂ. എല്ലാവരെയും ഉറപ്പിച്ചൊരു ഡ്രൈവറുടെ കൂടെ പോയപ്പോൾ നിനക്കെന്ത് കിട്ടി? നല്ലൊരു ഭർത്താവിന്, എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്. എൻ്റെ മുഖമൊന്ന് പാടിയാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലാക്കുന്ന ഒരു പാവത്തിന്, ഒരു നല്ല അമ്മയെ, അച്ഛന്. നിങ്ങൾ ആലോചിച്ച ആളുടെ കൂടെ ജീവിച്ചാൽ എനിക്കിതൊന്നും കിട്ടില്ലായിരുന്നു. എൻ്റെ ഇച്ചായൻ എന്നെ അറിയത്തില്ലേ? ഇച്ചായൻ്റെ അനുക്കുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടാനല്ലേ ഇച്ചായനും ആഗ്രഹിച്ച്. സ്ത്രീയായിട്ട് ഉള്ളിടത്തോളം കാലം എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ. അല്പസമയത്തെ മൗനത്തിന് ശേഷം എബി ചോദിച്ചു. എൻ്റെ മോൾക്ക് അവിടെ സന്തോഷമല്ലേടാ? ശ്രീ നിന്നെ നന്നായിട്ടല്ലേ നോക്കുന്നേ? അതേ ചായ, ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം ശ്രീയേട്ടൻ്റെ കൂടെയുള്ള ജീവിതം. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ശ്രീയേട്ടൻ എന്നെ നോക്കുന്നത്. ഞാൻ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാലും സന്തോഷത്തിലാണ് ശ്രീയേട്ടൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇതുവരെ എന്നൊരു കുറവ് അറിയിച്ചിട്ടില്ല. മോളെന്താ അവിടെ? നിനക്കെന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? ഇല്ല ചായ, ഞാൻ ഗൗരിയുടെ കൂടെ വന്ന. അവൾക്ക് വിശേഷമുണ്ട്, ചെക്കപ്പിനായി കൂടെ വന്ന. ആണോ? എന്നിട്ട് അവളെന്ത് ചെയ്യും? ഞാനിവിടെ ഉണ്ടേ. നിങ്ങൾ ആങ്ങളുടെയും പെങ്ങളുടെയും പരാതിയും പരിപാടിയും കഴിയാൻ വേണ്ടി മാറിയുന്നതാ. ഗൗരി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എടീ കാന്താരി, നിന്നെ ഞാൻ കാണാതിരിക്കായിരുന്നു. നീയല്ലേ ഇവിടെ ദൂതൻ. എല്ലാത്തിനെയും കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കണമെന്ന് കരുതിയതാ. ഇനി അത് വേണ്ട. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് രണ്ടിനെയും വെറുതെ വിട്ടേക്കുന്നു. എബിച്ചായനെന്താ ഇവിടെ? ഗൗരി ചോദിച്ചു. ദേ, ഈ മരം കയറിപ്പണീന്റെ വായാടി നാത്തും പ്രസവിച്ചു. അതായത് ഞാനൊരു അപ്പനായി. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്കുള്ള ഫുഡ് വാങ്ങാൻ വന്നാ. സത്യമാണ് അച്ഛാ. എന്നിട്ട് ചേട്ടത്തി എവിടെയാ? കുഞ്ഞാണോ പെണ്ണോ? അച്ചാച്ചി അമ്മയുണ്ടോ? എനിക്കിപ്പോ എല്ലാവരെയും കാണണം. അനു ആവേശത്തിൽ പറഞ്ഞു. എല്ലാവരും ഇവിടെ ഉണ്ട്. ഓപ്പറേഷൻ ആയിരുന്നു. ആനി എന്ന റൂമിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ 9-നായിരുന്നു. ആൺകുട്ടിയാ. എത്രയാ റൂം നമ്പർ? 515. ഭക്ഷണം കഴിക്കാൻ വന്നല്ലേ നിങ്ങൾ? കഴിച്ചിട്ട് വന്നാൽ മതി. വേണ്ട ബിശ, ഓർഡർ ചെയ്ത പാഴ്സൽ വാങ്ങാം. ഇന്ന് പിണക്കങ്ങളെല്ലാം മാറ്റി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഗൗരി പറഞ്ഞു. എങ്കിൽ വാ. എബിയാനും ഗൗരിയും കൂടെ റൂമിലേക്ക് നടന്നു. ഇച്ചായ, എന്നെ കണ്ട അച്ചാച്ചി അമ്മ എന്തെങ്കിലും പറയില്ലേ? എനിക്ക് പേടിയായി ചായ. അനു വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ മോള് പേടിക്കാതെ. നിനക്ക് അച്ചാച്ചി അറിയാലോ. നിന്നെ കാണുമ്പോൾ അവരുടെ എല്ലാ ദേഷ്യവും സങ്കടവും മാറിക്കോളൂ. എബി അവളെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു. റൂമിന്റെ വാതിൽ തുറന്ന് എബി അകത്തേക്ക് കയറി. എബി, നീ ഇത്രയും നേരം എവിടെയായിരുന്നടാ? എത്ര നേരം ഭക്ഷണം വാങ്ങാൻ പോയിട്ട്? ബേബിച്ചൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ അച്ചാച്ചി, ക്യാൻറ്റീനിൽ നിൽക്കുമ്പോഴേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടു. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പോയി. ആരെയാണാ നീ കണ്ടേ? അമ്മ എബിയോട് ചോദിച്ചു. മുറിയിലേക്ക് കയറി വന്ന അനുവിനെ കണ്ട് ബേബിച്ചനും ആലീസും നിശബ്ദരായി നിന്നു. അച്ചാച്ചി, അനു കരഞ്ഞുകൊണ്ട് ബേബിച്ചന്റെ നെഞ്ചിലേക്ക് വീണു. ബേബിച്ചൻ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി മുഖമടച്ചൊരടി കൊടുത്തു. എന്നിട്ട് അവളെ തന്നെ മാറോട് ചേർത്ത് നിർത്തി കരഞ്ഞു. എൻ്റെ അച്ചാച്ചി എന്നോട് ക്ഷമിക്കണം. അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് ഓർന്ന് കാലിൽ വീണ് കരഞ്ഞു. ബേബിച്ചൻ അവളെ താങ്ങിയെടുത്തു. ഇല്ലടാ, അച്ചാച്ചിക്ക് എൻ്റെ മോളോടൊരു ദേഷ്യമില്ല. നീ തെരഞ്ഞെടുത്ത് തന്നെയായിരുന്നു ശരി. ശ്രീ നിന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നതെന്ന് അച്ചാച്ചിക്ക് അറിയാം. പിന്നെ നിന്നെ എത്രയും സ്നേഹിച്ച് ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് അവൻ്റെ കൈയും പിടിച്ചു പോയപ്പോൾ അച്ചാച്ചിയുടെ ഉള്ളൊന്ന് പടഞ്ഞു. എൻ്റെ മോൾ അന്ന് പിടിച്ച കൈ ഒരിക്കലും നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലെന്ന് ഇപ്പം അച്ചാച്ചിക്കറിയാം. അതേ അവളെ ആശ്വസിപ്പിച്ചു. മോളെ,
ആലീസ് അവളെ വാത്സല്യപൂർവ്വം വിളിച്ചു. അമ്മേ. അനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണുകൊണ്ടേയിരുന്നു. എൻ്റെ മോൾക്ക് സുഖമല്ലേ? ആനിയുടെ കാര്യം അറിഞ്ഞ് വന്നാണോ? മോള് തന്നെയാണോ വന്നേ? ആലീസ് കുശലാന്വേഷണം നടത്തി. എനിക്ക് സുഖാണമ്മേ. ശ്രീയേട്ടൻ്റെ പെങ്ങൾക്ക് വിശേഷമുണ്ട്, അവളുടെ കൂടെ വന്നാ. ശ്രീയുടെ പെങ്ങളോ? ആലീസ് സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ ഗൗരിക്ക്, എബി പറഞ്ഞു. എന്നിട്ട് ആ കാന്താരി എന്തിയേ? ആലീസ് ചോദിച്ചു. ഞാനിവിടെ ഉണ്ടമ്മേ. നിങ്ങൾ കുറെ കാലം കൂടി അനുവിനെ കണ്ടല്ലേ. അവളെ കണ്ടപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആരും ശ്രദ്ധിച്ചില്ല. എന്തൊക്കെയായാലും ഒരു വലിയ ശീതസമരം ഇന്നുകൊണ്ട് അവസാനിച്ചല്ലോ, അത് മതി. ഗൗരിയുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. അമ്മേ, ചേട്ടത്തിയും കുഞ്ഞെന്തിയേ? അനു ആലീസിനോട് ചോദിച്ചു. ആനിക്ക് ഓപ്പറേഷൻ ആയിരുന്നേ, പിന്നെ കുറേ ബ്ലഡും പോയി. ഡോക്ടർ 2 ട്രിപ്പ് ഇടാൻ പറഞ്ഞു, അതിനുവേണ്ടി കൊണ്ടുപോയി. ആനിയുടെ അമ്മച്ചിയും വന്നിട്ടുണ്ട്. കുഞ്ഞിനെയായിട്ട് ആനിയുടെ അമ്മ അങ്ങോട്ടും പോയി. ചേട്ടത്തി വരാൻ വൈകോ? 5:30 മുമ്പ് വീട്ടിലേക്കാണ്. ശ്രീയേട്ട 6 മണിയാകുമ്പോൾ വരും. ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ എൻ്റെ നിർബന്ധക്കാരൻ അമ്മയെ വിട്ടത്. എന്തായാലും ഇനി ചേട്ടത്തി കണ്ടിട്ടേ പോകുന്നുള്ളൂ, അനു പറഞ്ഞു. ആ എങ്കിൽ മോള് ശ്രീയോട് വിളിച്ചു പറ. ശരി അമ്മേ, ഞാൻ ശ്രീയേട്ടൊന്ന് വിളിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പിന്നെ അമ്മേ, ഗൗരിക്ക് എന്തെങ്കിലും കഴിക്കാനെടുത്ത് കൊടുക്ക്. അനു റൂമിന് വെളിയിലേക്ക് ഇറങ്ങി ശ്രീയെ വിളിച്ചു. ശ്രീയേട്ട ഫോൺ എടുക്കുന്നില്ലല്ലോ, ചിലപ്പോൾ ഓട്ടത്തിലായിരിക്കും. അമ്മയെ വിളിച്ച് പറയാം. ഹലോ അമ്മേ. ആ മോളിത് എവിടെയാ? തിരിച്ചു വരുവാണോ? അല്ലമ്മേ, ഹോസ്പിറ്റലിലാ. ഇതുവരെ എന്താടാ മടങ്ങാത്തെ? ഗൗരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അമ്മേ, ഞങ്ങൾ കുറച്ചുകൂടി വൈകും. പിന്നെ ഒരു കാര്യം പറയാണ്ട് അമ്മേ, ഞാൻ ശ്രീയേട്ടനെ കുറേ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. രാവിലെ മുതൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാ. ഗൗരിക്കൊരു കുഞ്ഞ്, പിന്നെ ആ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് പറയാം. എൻ്റെ ഇന്ദ്രപ്പെണ്ണ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? മോള് വേഗം വരണം. വരാ എൻ്റെ അമ്മേ, ഞാൻ വെക്കുവാണേ. എൻ്റെ ഇന്ദ്രപ്പെണ്ണും ചാച്ചയും കൂടിയും വഴക്കുണ്ടാക്കാതിരിക്കണം, ഞാൻ വെക്കുവാണേ. അനു വീണ്ടും ശ്രീയെ ഫോൺ വിളിച്ചു. ഇതെന്താ ശ്രീയേട്ടൻ ഫോൺ എടുക്കാത്തേ? അനു മനസ്സിലോർത്തു. അനു റൂമിലേക്ക് കയറി കട്ടിലിരുന്നു. ശ്രീയോട് പറഞ്ഞ മോളെ? ആലീസ് അനുവിനോട് ചോദിച്ചു. ഇല്ലമ്മേ, ശ്രീയേട്ടൻ ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും. മോള് വാ, അമ്മ ഭക്ഷണം വിളമ്പാം. നാളുകൾക്ക് ശേഷം അനു ബേബിച്ചനും ആലീസിനും എബിക്കൊപ്പം ഭക്ഷണം കഴിച്ചു. സമയം ശരവേഗത്തിൽ മുന്നോട്ട് പോയി. അമ്മേ, ചേട്ടത്തി കൊണ്ടുവരെ ഇനിയും വൈകോ? ഞങ്ങൾ ഇറങ്ങുക. ഇപ്പം തന്നെ സമയം 5 കഴിഞ്ഞു. ഇനി വീട്ടിലെത്തുമ്പോൾ താമസിക്കും. ഞാൻ നാളെ വരാം. ശ്രീയേട്ട എത്തുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. മോളെ, നിന്നെ ആ ശരിക്കൊന്നും കണ്ടുകൂടിയില്ല. ആലീസ് തന്റെ വിഷമം അനുവിനെ അറിയിച്ചു. എൻ്റെ അമ്മേ, ഇപ്പം അവളെയും കൊണ്ട് പോയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി ഇവളെ കാണാൻ പറ്റിയെന്ന് വരില്ല, ഗൗരി കളിയായി പറഞ്ഞു. എങ്കിൽ നിങ്ങൾ വാ, ഇച്ചായം കൊണ്ടുവിടാം. വേണ്ട ചേട്ടത്തി ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. ചേട്ടത്തി വരുമ്പോൾ ഇച്ചായം ഇവിടെ വേണം. ഞങ്ങൾ ബസ്സിന് പൊക്കോളാം. ഇവിടെ നിന്നാൽ വേഗം ബസ് കിട്ടും. എങ്കിൽ ഞാൻ സ്റ്റോപ്പിൽ വരെ വരാം. നിങ്ങൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ പൊക്കോളാം. പെട്ടെന്ന് തന്നെ ബസ് വന്നു. ഇച്ചായ, ദേ ബസ് എത്തി, ഞങ്ങൾ പോവാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ, അനു പറഞ്ഞു. വിളിക്കാം മോളെ, നിങ്ങൾ കയറി. അനുവും ഗൗരിയും ബസ്സിൽ കയറി. എടിയേ, പുളിഞ്ചിക്കലാണല്ലോ. ശ്രീയേട്ടൻ്റെ കൂട്ടുകാർ ഉദീഷ് ചേട്ടനല്ലേ ഈ ബസ് ഓടിക്കുന്നത്? ഏട്ടനോട് പറയൂ, ഗൗരി സംശയം പ്രകടിപ്പിച്ചു. പിന്നെ ഉദീഷ് ചേട്ടൻ എന്തായാലും പറയും. ശ്രീയേട്ടൻ്റെ കൂടെ അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി ശ്രീയേട്ടല്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ അതെങ്ങോട്ടാണെന്ന് എന്നെക്കാളും മുന്നേ ശ്രീയേട്ടൻ അറിയും. അതങ്ങനെയല്ലേ നിന്റെ ഏട്ടൻ? അനു പുഞ്ചിരിച്ചു. അതേടി, ചുമ്മാതൊന്നല്ലല്ലോ. നിന്നെ മാത്രം നനച്ചുകൊണ്ട് പൊന്നിയെ പൊടിയെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലേ. അങ്ങനെ ഒരു കെട്ടിയവനെ കിട്ടിയതിനെ പുണ്യം ചെയ്യണം. ഓഹോ, ഇപ്പം ഞാനൗട്ട്. എടി പോത്തെ, എന്തായാലും ഞാൻ നിന്റെ കൂടെ വന്ന കാര്യം ശ്രീയേട്ടനോട് പറയാൻ ഞാൻ കിടക്കില്ല. അതൊക്കെ കിടന്നാലും ഉറക്കമില്ല. എൻ്റെ ശ്രീയേട്ടനോട് കള്ളം പറയാൻ എനിക്ക് പറ്റുമോ? ഇപ്പം തന്നെ 5:45. നിനക്ക് വീട്ടുകാരെ ഏട്ടൻ തന്ന സമയം കഴിഞ്ഞു പോളെ. ഇന്നെന്തായാലും അനിക്കുട്ടിനും ഇന്ദ്രപ്പണിനും ഏട്ടൻ്റെ കയ്യിൽ നല്ലത് കിട്ടും. ഒന്ന് പോടി. ശ്രീയേട്ടൻ വരുമ്പോൾ 6 മണിയാ. അതിനുമ്പ് നിന്റെ ഏട്ടത്തി വീട്ടിൽ കയറിയിരിക്കും. മതി വാചടിച്ച് സ്റ്റോപ്പ് എത്തി, ഇറങ്ങാൻ നോക്ക്. അനുവും ഗൗരിയും ബസ് ഇറങ്ങി നടന്നു. അനു, നീ നേരെ വീട്ടിലേക്ക് പോക്കോ, ഏട്ടൻ വരാൻ നേരമായി, ഗൗരി പറഞ്ഞു. അയ്യടി, ഇപ്പം അങ്ങനെ പോകുന്നില്ല. നിന്നെ വീട്ടിൽ വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നെല്ലാം നീ അമ്മായിയോട് പറയണം. ഞാൻ വീട്ടിൽ കയറുന്നില്ല, നിന്നെയോട് ആക്കിയിട്ട് പൊക്കോളാം, ഇല്ല ഞാൻ താമസിക്കും. ഗൗരി അനുവും ധൃതിയിൽ നടന്നു. ദേ വീടെത്തി. ഗൗരി, ഇനി നീ പൊക്കോ, ഞാൻ പോവാ. അമ്മായി, ഞാൻ പോവാട്ടോ, അനു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് ഓടി. ഗൗരി, അനുമോൾ എന്താ കയറാതെ പോയേ? ശോഭന ഗൗരിയോട് ചോദിച്ചു. ഏട്ടൻ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ വേണ്ടി ഓടിയതാ, ഇപ്പൊ വീട്ടിലെത്തി കാണും, ഗൗരി പറഞ്ഞു. അതിന് ശ്രീകുട്ടൻ വന്നല്ലോ. വന്നോ? എപ്പോ? ഗൗരി തെല്ലു ഭയത്തോടെ ചോദിച്ചു. നിങ്ങൾ ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ബൈക്കിൽ പോയി. ഇവിടെ വന്നിട്ടാ പോയെ. വന്നപ്പോഴേ നീ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? അനു കൂടെയുള്ള കാര്യം പറഞ്ഞോ? ഗൗരി ആശ്ചര്യത്തോടെ ചോദിച്ചു. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു, അനുമോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഈശ്വരാ, നശിപ്പിച്ചു. ഇന്ന് അനുവിന് ഏട്ടൻ്റെ വക നല്ലൊരു സദ്യ ഉണ്ടാവും. അമ്മ ഏട്ടൻ വരുമ്പോൾ ഞാനിവിടെ നിന്ന് നാട് വിട്ട് പോയെന്ന് പറഞ്ഞേക്ക്, ഇല്ല ഞാൻ എന്നേക്കുമായിട്ട് നാട് വിടേണ്ടി വരും. അനു വീടിന്റെ ഗേറ്റിന് മുമ്പിലെത്തി ഉമ്മറത്തേക്ക് നോക്കി. ഹാവു, സമാധാനായി. ബൈക്കില്ല, ശ്രീയേട്ടൻ എത്തിയിട്ടില്ല. പക്ഷെ കാറും കാണാനില്ലല്ലോ.
അനു വേഗം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഇന്ദിരപ്പെണ്ണേ, ഞാൻ എത്തി. അനു മുറ്റെന്ന് വിളിച്ചു പറഞ്ഞു. വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ കതക് ലോക്ക് ചെയ്തിരുന്നു. എല്ലാവരും എവിടെ പോയി? അച്ഛനും അമ്മയും കൂടി ഈ സമയം വാതിൽ പൂട്ടി എവിടെ പോയതാ? അനു ആലോചിച്ച് ഉമ്മറത്തിരുന്നപ്പോൾ അയൽപക്കത്ത് വിമലേച്ചി താക്കോലുമായി ഉമ്മറത്തേക്ക് വന്നു. മോൾ ഇതുവരെ എവിടെയായിരുന്നു? ഇന്ദ്ര ചേച്ചി കുറെ നേരം മോളെ നോക്കിയിരുന്നു. മോള് വരുമ്പോൾ താക്കോല് തരണമെന്ന് പറഞ്ഞു. വിമലേച്ചി, അമ്മയും അച്ഛനും എവിടെ പോയതാ? അനു സംശയത്തോടെ ചോദിച്ചു. അവരും മാധവേട്ടന്റെ വീട്ടിൽ പോയതാ. മാധവേട്ടൻ ഉച്ചയ്ക്ക് തൊടിയിൽ പോയതാ. കുറെ നേരമായിട്ടും കാണാതെ വന്നപ്പോ അമ്മിണിയെടുത്ത് തൊടിയിലേക്ക് നോക്കി ഇറങ്ങി. അപ്പൊ ബോധല ആ തൊടി കിടക്കുന്നു. അമ്മിണിയെടുത്ത് നമ്മുടെ സുതിയെ വിളിച്ചു. അവൻ ഇന്ദ്രേച്ചിയുടെ കയ്യിൽ നിന്ന് കാറിന്റെ താക്കോലും വാങ്ങി ആശുപത്രിയിൽ എത്തിച്ചു. BP കുറഞ്ഞെന്നാ പറഞ്ഞ് ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് അങ്ങോട്ട് പോയതാ. എന്തായാലും മോൾ അകത്തേക്ക് പോയിക്കോളൂ. അവരവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചായിരുന്നു. മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇല്ലേ? ചാർജ് തീർന്നു പോയി. എന്നാ വിമലേച്ചി കയറുവാ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇല്ല മോളെ, കയറുന്നില്ല. സുധിയുടെ അപ്പനെത്താൻ നേരായി, ഞാൻ ഇറങ്ങുവാ. എങ്കിൽ ശരി വിമലേച്ചി. അനുവാതിൽ തുറന്ന് അകത്തേറി കുളിച്ച് ഉമ്മർത്ത് വിളക്ക് വെച്ചു. എത്ര നേരം എല്ലാവരും പോയിട്ട്? സമയം 7 മണി ആവറായി. ശ്രീയേട്ടൻ ഇത്ര താമസിക്കുന്നേ? ഇനി ജോലി കഴിഞ്ഞ് ശ്രീയേട്ടനും മാധവേട്ടനെ കാണാൻ പോയോ? ഓരോന്നോർത്താനും ഉമ്മർത്തിരിക്കുമ്പോഴാണ് കാറ് പെട്ടെന്ന് ഗേറ്റ് ഇടന്ന് വന്ന്. പിന്നാലെ ശ്രീയേട്ടന്റെ ബൈക്ക് ഓടിച്ചുകൊണ്ട് സുധിയും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് അച്ഛനും അമ്മയും ഇറങ്ങി. ശ്രീയേട്ടൻ കാറ് ഷെഡിലേക്ക് കയറ്റി ഇട്ടു. സുധി ബൈക്ക് ഷെഡിൽ കയറ്റി വെച്ചു. ശ്രീയേട്ടന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് സുധി വീട്ടിലേക്ക് പോയി. അമ്മേനെ ദയനീയമായി നോക്കിയിട്ട് അകത്തേക്ക് പോയി. ബലിയാടിനെ നോക്കുന്ന സഹതാപത്തോടെ അച്ഛനെ നോക്കി അകത്തേക്ക് നടന്നു. മാധവേട്ടന്റെ അവസ്ഥ കണ്ടിട്ടാവുമെന്ന് കരുതി ഞാൻ മൗനം പാലിച്ചു. എന്നെ നോക്കുപോലും ചെയ്യാതെ ശ്രീയേട്ടൻ മുറിയിലേക്ക് നടന്നു. വീട്ടിലാകപ്പാടെ ഒരു ശ്മശാന മൂകത. സ്റ്റെയർ കയറി മുറിയുടെ വാതിലെത്തിയപ്പോഴേക്കും ശ്രീയേട്ടൻ മുറി അടച്ചിരുന്നു. വേഗത്തിൽ താഴെയുള്ള അമ്മയുടെ മുറിയിലെത്തി ശ്രീയേട്ടന്റെ മൗനത്തിനുള്ള കാര്യം തിരക്കി. മോളെ, ശ്രീകുട്ടൻ നേരത്തെ വന്നു. നീ ഇവിടുന്ന് ഇറങ്ങി 1 മണിക്കൂറായി കാണും. ശ്രീകുട്ടൻ വീട്ടിലേക്ക് വന്നു. മോളെ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഒന്നും മിണ്ടിയില്ല. മോള് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ ശ്രീകുട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു. അച്ഛനോട് എന്നോട് കുറേ നേരം സംസാരിക്കാതിരിക്കുകയായിരുന്നു. മാധവേൻ്റെ വീട്ടിൽ വെച്ചാൽ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മേ, ശ്രീയേട്ടൻ ഞാനിനി എന്നാ ചെയ്യും? ഭയങ്കര ദേഷ്യ മുഖത്ത്. ഞാൻ മുകളിൽ പോയപ്പോൾ മുറി ലോക്കാണ്. വന്നിട്ട് ഇതുവരെ എന്നോടൊന്നും മിണ്ടിയില്ല. അവന് തന്നെ സങ്കടം ഇന്ദിരയോട് പറഞ്ഞു. സാരമില്ല, അവൻ അധികം നേരം മോളോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. മോള് പോയി അവൻ അത്താഴം കഴിക്കാൻ വിളിച്ചുകൊണ്ട് വാ, ഇന്ദിര പറഞ്ഞു. അല്പം പേടിയോടെയാണെങ്കിലും അവന് മുകളിലേക്ക് നടന്നു. മുറിയിൽ ശ്രീ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ശ്രീയുടെ മുടിയിൽ നിന്ന് വെള്ളമൂർന്ന് കഴുത്തിൽ വീണിരുന്നു. ഈ ശ്രീയേട്ടന്റെ കാര്യം, കുളി കഴിഞ്ഞാൽ തല നന്നായിട്ട് തോർത്തെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവൾ ടവലെടുത്ത് ശ്രീയുടെ തല തോർത്തി. പെട്ടെന്ന് ശ്രീ അവളുടെ കൈക്കുള്ളിൽ നിന്ന് കുതിറി മാറി. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാൻ അവളോട് ഫോൺ ചെയ്യുന്ന കാണത്തില്ലേ? ശ്രീ ദേഷ്യത്തോട് അനുവിനോട് ചോദിച്ചു. ശ്രീയുടെ പെട്ടെന്നുള്ള പ്രതികരണം അവളിൽ സങ്കടമുണ്ടാക്കി. കണ്ണുകൾ നിറഞ്ഞു. അവൾ പേടിച്ച് തൊണ്ടയിടറി പറഞ്ഞു. അമ്മ അത്താഴം കഴിക്കാൻ വിളിക്കുന്നു. ഞാൻ വന്നോളാം. പിന്നെ എന്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. വലിയ അധികാരം എന്റെ മേലെ എടുക്കാൻ നോക്കണ്ട. ശ്രീ തന്റെ ദേഷ്യം വാക്കുകളുടെ രൂപത്തിൽ അനുവിനോട് പ്രകടിപ്പിച്ചു. സങ്കടം സഹിക്കാനാവാതെ അവൾ താഴെ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ മോളെ, എന്താ കണ്ണുകളിരിക്കുന്നേ? ശ്രീകുട്ടി എന്തെങ്കിലും പറഞ്ഞോ? എന്നടാ പറ്റിയേ? അമ്മയോട് പറ. ഇന്ദിര അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലോടെ അനു ഇന്ദിരയുടെ മാറിലേക്ക് വീണു. അമ്മേ, ശ്രീയേട്ടൻ എന്നോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇനി ശ്രീയേട്ടൻ്റെ കാര്യങ്ങൾ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞു. സങ്കടം കടിച്ചമർത്തിയാനും ഇന്ദിരയോട് പറഞ്ഞു. സാരമില്ല, അമ്മയുടെ അനുമോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വായാടിപ്പാറ് വിഷമിക്കാതെ. അവൻ എത്ര നേരം എൻ്റെ വഴക്കാളി പെണ്ണിനോട് മിണ്ടാണ്ടിരിക്കും. എൻ്റെ മോൾ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് അവനോട് ഒന്നും മിണ്ടാ പോയി കിടന്നാൽ മതി. അവൻ തന്നെ മിണ്ടിക്കൊണ്ട് വന്നോളൂ. എൻ്റെ അനുമോളോട് മിണ്ടാണ്ടിരിക്കാൻ അവന് പറ്റുമോ? ഇന്ദിര അനുവിനെ സമാധാനപ്പെടുത്തി. അമ്മയുടെ സമാധാന വാക്കുകൾ അവൾക്ക് ആശ്വാസം പകർന്നു. അവന് എല്ലാവർക്കും അത്താഴം വിളമ്പി. അച്ഛനും അമ്മയും ശ്രീയേട്ടനും പരസ്പരം സംസാരിച്ചു. എങ്കിലും ശ്രീയേട്ടൻ അനുവിനെ നോക്കിയേ കൂടിയില്ല. ശ്രീയുടെ അവഗണന അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാവരും അത്താഴം കഴിച്ച് കിടക്കാനായി മുറിയിലേക്ക് പുറപ്പെട്ടു. അടുക്കളയിലുള്ള ജോലികളെല്ലാം തീർത്ത് അനു മുറിയിലേക്ക് പോയി. എന്നാൽ മുറിയിൽ ശ്രീ ഉണ്ടായിരുന്നില്ല. എന്നും തന്നെ പ്രതീക്ഷിച്ച് മുറിയിലിരിക്കുന്ന ശ്രീയുടെ മുഖമോർത്തപ്പോൾ അനുവിന്റെ കണ്ണുകൾ അവളറിയാതെ ഈറനണിഞ്ഞു. അനു കട്ടിലിന്റെ ഒരറ്റത്ത് ചേർന്ന് കിടന്നു. പെട്ടെന്ന് ശ്രീ മുറിയിലേക്ക് വന്നു. ശ്രീ ദേഷ്യത്തിൽ അലറി. ശ്രീയുടെ ശബ്ദം കേട്ട് പേടിച്ച് അനു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ശ്രീ അവളുടെ അടുത്തേക്ക് വരുന്തോറും അനുവിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടിക്കൊണ്ടിരുന്നു. ആരോട് ചോദിച്ചിട്ടാടി നിന്നെ മുറി കയറിയത്? എന്റെ കാട്ടിൽ കയറി കിടക്കാൻ നിന്നോട് ആരടി പറഞ്ഞേ? ശ്രീ അലറി. അനുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വന്നുകൊണ്ടേയിരുന്നു. അവൾ വാക്കുകൾക്കായി ശ്രീയുടെ മുന്നിൽ പരതി. ഞാൻ ശ്രീയേട്ടന്റെ കൂടെ അല്ലാതെ വേറെ എവിടെയാ കിടക്കുന്നത്? ഞാൻ ശ്രീയേട്ടന്റെ ഭാര്യയല്ലേ? അവൾ വിക്കി വിക്കി പറഞ്ഞു. ആര്? നീയോ? എന്റെ ഭാര്യയോ? ശ്രീ തന്റെ ഉള്ളിലെ ദേഷ്യം രൂക്ഷമായ ഭാഷയിൽ തന്നെ അവളോട് പ്രകടിപ്പിച്ചു. അനു മുഖം ബുദ്ധി കരഞ്ഞു. കാരണം ശ്രീയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൾക്ക് ആദ്യമായിട്ടായിരുന്നു. ശബ്ദം കേട്ട് ഇന്ദിര മുകളിലേക്ക് കയറി വന്നു.
എന്താ ശ്രീകുട്ട, ഈ രാത്രി എന്തിനാ നീ ഇങ്ങനെ ഒച്ചയിടുന്നത്? മോൾ എന്തിനാ കരയുന്നത്? ഇന്ദിര പരിഭ്രമത്തോടെ ചോദിച്ചു. എന്താണെന്ന് നമുക്കറിയില്ലേ? ഇന്നലെ രാത്രി വയറുവേദന എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു പോളെ കണ്ണടപ്പിച്ചില്ല ഇവള്. ഇന്ന് ലോകം ചുറ്റാൻ അവൾക്കൊരു വേദനയുമില്ല. ഞാൻ പൊന്നെ പൊടി എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഇവൾക്ക് തോന്നിയവൾ ജീവിക്കുന്നു. ഇവിടെ എന്റെ വാക്കിനൊരു വിലയില്ലേ? അതോ ഇവിടെ അത്രയും പഠിപ്പില്ലാത്തൊരു കോന്തം കിട്ടിയവനെ അനുസരിക്കണം തീരുമാനിച്ചോ? ഞാൻ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കണ്ട, പക്ഷെ ഒരു കെട്ടിയവന്റെ വിലങ്കിലും തന്നൂടെ? ഞാൻ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞില്ല നിന്നോട്? എന്നിട്ട് അവൾ പോയി. നിനക്ക് ഞാനിവിടെ എന്ത് കുറവാടി വരുത്തിയേ? നിന്റെ കണ്ണ് നനക്കാതെ ഈ ചങ്കിലല്ലെന്ന് ഞാൻ കൊണ്ടുനടക്കുന്നത്. വീട് വിട്ടു വന്ന നിന്നെ ഒരു സങ്കടം വരാൻ നോക്കുന്നതിന് നീ എനിക്ക് തരുന്ന സമ്മാനാണോ ഇത്? നിന്നെ ഞാൻ ഇവിടെ പൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് പോകണമെന്ന് പറഞ്ഞിട്ടെല്ലാം ഞാൻ കൊണ്ടുപോകുന്നില്ലേ? നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചിരുന്നില്ലേ? നിന്റെ വീട്ടിലുള്ളവരും കൂടെ അംഗീകരിച്ചിട്ട് മതി ഒരു കുഞ്ഞെന്ന് നീ പറഞ്ഞപ്പോഴും ഞാൻ എന്റെ കുഞ്ഞെന്ന ആഗ്രഹം വരെ ഉപേക്ഷിച്ചില്ലേ? എന്നിട്ടും നിനക്ക് എന്താടി ഞാൻ പറഞ്ഞു കേട്ടാ? ശ്രീധന ദേഷ്യവും സങ്കടമെല്ലാം അനുവിന്റെ മുന്നിൽ തുറന്നു കാട്ടി. അവനൊരു വലിയ തേങ്ങലോടെ ശ്രീയുടെ മാറിലേക്ക് വീണു. എന്റെ ശ്രീയേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ എന്റെ ശ്രീയേട്ടനെ ഒരിക്കലും ഒരു വില തരാ കണ്ടിട്ടില്ല. എന്റെ ശ്രീയേട്ടനോട് ക്ഷമിക്കും. ഇനി ഒരിക്കലും ശ്രീയേട്ടൻ അനിക്കൂട്ടൻ ഇങ്ങനൊന്നും ചെയ്യില്ല. ശ്രീ അനുവിനെ തന്നെ നെഞ്ചിൽ നടത്തി മാറ്റി. എനിക്കിനി നീ പറയുന്നൊന്നും കേൾക്കണ്ട. എന്നെ അനുസരിക്കാൻ കഴിയാത്തൊരു ഭാര്യയെ കൂടെ കിടക്കാൻ വേണ്ടി മാത്രം എനിക്ക് വേണ്ട. ഇന്നു മുതൽ നീ താഴെ ഹാളി കിടന്നാ മതി. ശ്രീ പരിക്കൻ ഭാഷയിൽ പറഞ്ഞു. ശ്രീകുട്ട, നീ എന്താ ഈ പറയുന്നത്? നിന്റെ താലി അവിടെ കഴുത്തി കിടക്കുന്നു. നിന്നെ വിശ്വസിച്ച് വീട്ടുകാരെല്ലാം വെറുപ്പിച്ച് വന്നവളാ അനു. അവൾ അങ്ങനെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല. ഈ മുറിക്ക് നിന്നെ പോലെ തന്നെ തുല്യ അവകാശം ഇവൾക്കുണ്ട്. നീ എന്റെ മകനാണെങ്കിൽ ഇവളെന്റെ മകളാ. എന്നോട് ചോദിച്ചിട്ടാ അനുമോൾ ഗൗരിയുടെ കൂടെ പോയത്. ഇന്ദിര ദേഷ്യത്തോടെ ശ്രീയോട് പറഞ്ഞു. എങ്കിൽ ശരി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനൂടെ കഴിഞ്ഞോ? ഞാനിവിടുന്ന് പൊക്കോളാം, ശ്രീ പറഞ്ഞു. വേണ്ടമ്മേ, ഞാനല്ലേ തെറ്റിയത്. ഞാൻ ഹാളിൽ കിടന്നോളാം. എന്റെ ശ്രീയേട്ടനെ മനസ്സ് വിഷമിച്ചതിന് എനിക്ക് ശിക്ഷ വേണം. ഞാൻ ശ്രീയേട്ടൻ പറയുന്നത് കേട്ടോളാം. അനു ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യമല്ലാതെ യാതൊരു വികാരവും ആ മുഖത്ത് അനുവിന് കാണാൻ സാധിച്ചില്ല. ഓളുവാ, ഇന്ന് അമ്മയുടെ കൂടെ കിടന്നാൽ മതി. വേണ്ടമ്മേ, ഞാൻ ഹാളിൽ കിടന്നോളാം. വേണ്ട, എൻ്റെ മോള് ഗസ്റ്റ് റൂമിൽ കിടന്നാൽ മതി. രാത്രിയിൽ നല്ല മഴയുണ്ടാവും. ഇപ്പോഴേ നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പ് കൊണ്ട് ഹാളിൽ കിടക്കണ്ട. ഇന്ദിര അനുവിനെ കൂട്ടി ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. ദേ, നിന്നോട് പറഞ്ഞ ഹാളിൽ കിടക്കാനാ. നീ അവിടെ കിടന്നാൽ മതി. ഇപ്പൊ നീ മുറിയുന്നേ പുറത്തു പോയിട്ടുള്ളൂ. ഇനിയും ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ വീട് വിട്ട് പോകേണ്ടി വരും. ശ്രീ സ്റ്റെയറിന് മുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മ പോയി കിടന്നോളൂ, ഞാൻ ഹാളിൽ കിടന്നോളാം. ചെയ്ത തെറ്റിനുള്ള ശ്രീയേട്ടൻ ശിക്ഷിച്ച്. സാരമില്ല, ഞാനിവിടെ കിടന്നോളാം. അനു കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇന്ദിരയോട് പറഞ്ഞു. ഞാൻ പോവാം മോളെ. നീ കണ്ടോ, അവൻ നിന്നെ ഇപ്പം തന്നെ വിളിച്ചുകൊണ്ട് പോകും. ഞാനിവിടെ നിന്നാവൻ വരില്ല. എൻ്റെ മോള് സങ്കടപ്പെടാതെ. അവനെ നിനക്കറിയത്തില്ലേ? അവൻ വന്നപ്പോൾ നിന്നെ കാണാത്തതിൻ്റെ ദേഷ്യം. മോളിവിടെ ഇരിക്കും, അവൻ ഇപ്പം തന്നെ വരും. ഇന്ദിര അവിടെ തലയിൽ തലോടി മുറിയിലേക്ക് പോയി. എന്താടി, അവനിപ്പോഴും ദേഷ്യത്തിലാണോ? മോളോട് വഴക്കാണോ? നിങ്ങളുടെയല്ലേ മോൻ, ദേഷ്യം മൂക്കിന്റെ തുമ്പത്തല്ലേ? നീ ഇനി അങ്ങോട്ട് പോകണ്ട. അവൻ ഇപ്പൊ തന്നെ മോളെ കൊണ്ടുപോയിക്കോളും. ഏട്ടൻ കിടന്നോളൂ. ഇന്ദിര ലൈറ്റ് ഓഫായി കിടന്നു. ശ്രീമുറിയിൽ കൂടെ തലങ്ങും വിലങ്ങും നടന്നു. അവനെന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ തോന്നി. ഗൗരി എല്ലാം തന്നെ വിളിച്ചു പറഞ്ഞല്ലേ. എന്നിട്ടും ഞാനതിന് എൻ്റെ പെണ്ണിനോട് ദേഷ്യപ്പെട്ട്. ഞാനും എൻ്റെ അനിക്കുട്ടിനെ ആഗ്രഹിച്ചല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നു. ഞങ്ങളുടെ ബന്ധം അവിടെ വീട്ടുകാരും അംഗീകരിച്ചു. എന്നിട്ടും എനിക്കെന്താ സന്തോഷിക്കാൻ പറ്റാത്തത്? വീട്ടുകാരെ കണ്ടപ്പോൾ അവളിൽ ഒരുപാട് സന്തോഷമുണ്ടായി. ഇത് തന്നെയല്ലേ ഞാനും കാണാൻ ആഗ്രഹിച്ച്. അവൾ തന്നേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുമെന്ന പേടിയല്ലേ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. ശ്രീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് മുറിയിൽ ഉറക്കമില്ലാതെ നടന്നു. താഴെ അനുവിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. എൻ്റെ ശ്രീയേട്ടനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയോ? എന്നെ മാത്രം ഓർത്ത് കഴിയുന്ന ആ പാവത്തിൻ്റെ മനസ്സ് ഞാൻ കാരണമല്ലേ വേദനിച്ച്. എൻ്റെ ശ്രീയേട്ടൻ ഇതുവരെ എന്നെ ഒരു കുറവ് അറിയിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ പെട്ടെന്ന് കറണ്ട് പോയി. അനുവിൻ്റെ ഉള്ളിൽ ഭയം അലയടിച്ചു. ആരുടെയോ കാൽ പെരുമാറ്റം കേട്ടു. അവൾ പേടിച്ച് സോഫയിൽ കയറി കിടന്നു. പെട്ടെന്നൊരു കൈ അവളുടെ വയറിന് മേലെ വട്ടം പിടിച്ചു. അനുവിനെ ശ്രീയുടെ കൈകൾ വലിഞ്ഞു മുറുക്കി. അനുവിൻ്റെ പിൻകഴുത്തിൽ ഉമ്മ നൽകിക്കൊണ്ട് ശ്രീ ചോദിച്ചു. എൻ്റെ മോൾക്ക് സങ്കടമായോടാ? ഒരു തേങ്ങൽ മാത്രമേ അനുവിൽ നിന്നുണ്ടായുള്ളൂ. ശ്രീ അനുവിനെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മുകളിലേക്ക് നടന്നു. അവൾ ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ മാറിൽ പറ്റിച്ചേർന്നിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ ശ്രീയുടെ മാറിലെ ചൂട് കൂട്ടി. ശ്രീ അനുവിനെ കട്ടിലിരുത്തി. മോളെ, നിനക്ക് ശ്രീയേട്ടനോട് ദേഷ്യമാണോ? ശ്രീ അനുവിൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്ത് ചോദിച്ചു. ഒരു വലിയ തേങ്ങലോടെ അനു ശ്രീയുടെ മാറിലേക്ക് വീണു. ശ്രീയേട്ടാ, എന്നോട് ക്ഷമിക്കേ. ഞാൻ എൻ്റെ ശ്രീയേട്ടനെ ഒരുപാട് സങ്കടപ്പെടുത്തി. എൻ്റെ ഏട്ടന് ഇഷ്ടമല്ലാത്തൊന്നും ഇനി ഞാൻ ചെയ്യില്ല. എന്നെ എൻ്റെ ശ്രീയേട്ടൻ മാറ്റി നിർത്തില്ല. ഏട്ടൻ എൻ്റെ അടുത്തില്ലാത്തൊരു നിമിഷം പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, അപ്പോൾ വന്ന ദേഷ്യത്തിന് ഞാൻ എൻ്റെ മോളോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. എൻ്റെ പെണ്ണ് കരയാതെ ഗൗരി വിളിച്ചെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരെയും കണ്ടെന്ന് പറഞ്ഞപ്പോൾ, നിന്നെ അവർ സ്നേഹിക്കുന്നതിൻ്റെ അളവ് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി മോളെ.
നിന്നെ എന്നെക്കാളും കൂടുതൽ അവർ സ്നേഹിക്കുമെന്ന് നിന്റെ ശ്രീയേട്ടൻ പേടിച്ചു പോയി. നീ എൻ്റെ അടുത്ത് കുറച്ചു നേരം മാറി നിൽപ്പോഴാടി ഏട്ടൻ നിന്നോടുള്ള സ്നേഹം എത്രത്തോളം മനസ്സിലായി. നിന്റെ മനസ്സിൽ ഇന്ന് ഒന്നാം സ്ഥാനം എനിക്ക് വേണം, ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യടി. എൻ്റെ മോളെ എന്നേക്കാൾ കൂടുതൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലടി. എൻ്റെ മോളെ എന്നോട് ക്ഷമിക്കുക. ശ്രീ അവളുടെ മടിയിൽ തലവെച്ചിരുന്നോണ്ട് പറഞ്ഞു. എൻ്റെ ശ്രീയേട്ടൻ എന്തായി പറയുന്നത്? എൻ്റെ ഏട്ടനേക്കാൾ കൂടുതൽ ഞാൻ ആരെ സ്നേഹിക്കാനാ? എനിക്ക് എൻ്റെ ഏട്ടനേ ഉള്ളൂ. ആവശ്യമില്ലാത്തൊന്നും ഓർക്കേണ്ട. എനിക്ക് എന്നും എൻ്റെ ശ്രീയേട്ടൻ അണിക്കൂട്ടനായിട്ട് ഇരുന്നാൽ മതി. വേറെ ഒന്നും വേണ്ട, ആരെയും വേണ്ട. അവൾ മടിയിൽ നിന്ന് സ്ത്രീ എഴുന്നേൽപ്പിച്ച് മാറിലേക്ക് കിടത്തി. എൻ്റെ ശ്രീയേട്ടനെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. എന്ന് ഇതുപോലെ എൻ്റെ മാറി ചേർന്നെടുക്കുന്ന ഈ കുരങ്ങൻ്റെ കുരങ്ങയായാൽ മതി. അവൾ തൻ്റെ പ്രാണനെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു. ഇനി എൻ്റെ മോളെ ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ മോളിൽ നിന്ന് നേരത്തെയും കുഞ്ഞിനെയും കണ്ടില്ലല്ലേ? സാരമില്ല, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം, എല്ലാവരെയും കാണാം. എൻ്റെ മോളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എനിക്ക് വേഗം ഒരു വഴക്കാളിയെ വേണം. അയ്യടാ, ഇവിടെ ഒരു വഴക്കാളിയെ കൊണ്ട് വയ്യ. അപ്പോഴടുത്ത വഴക്കാളി. അവൾ ശ്രീയുടെ കവളിൽ നുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അനുകുട്ട, നിനക്കിനോട് ദേഷ്യമില്ലേടി? ശ്രീ അനുവിനെ ഇറുക്കിപ്പെടുന്നോണ്ട് ചോദിച്ചു. ഉണ്ട്. ഇപ്പൊ രണ്ട് വീട്ടുകാരും നമ്മൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ രാത്രി എന്നോട് വഴക്കുണ്ടാക്കി നശിപ്പിക്കുന്നവർക്കും ദേഷ്യമുണ്ട്. അനു പരിഭവത്തോടെ ശ്രീയോട് പറഞ്ഞു. ഓഹോ, അപ്പൊ ഈ രാത്രി നമുക്ക് കാളരാത്രിയാക്കി മാറ്റാം. ശ്രീ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അനു നാണത്തോടെ ശ്രീയുടെ മാറിലേക്ക് വീണു. ശ്രീയേട്ടാ, ഞാൻ ശ്രീയേട്ടൻ്റെ ആരാ? അനു ശ്രീയുടെ നെഞ്ചിൽ തലയായി ചോദിച്ചു. നീ എൻ്റെ കുഞ്ഞുവാവയല്ലേടി? അച്ചാച്ചൻ പറയുന്ന കേൾക്കാതെ അച്ചാച്ചനെ വഴക്കുണ്ടാക്കുന്ന ഒരു വഴക്കാളി വാവ. ശ്രീ അല്പം കുസൃതിയോടെ പറഞ്ഞു. എങ്കിലേ എനിക്കൊരു കുഞ്ഞുവാവ വേണം. ഞാൻ പറയുന്ന കേൾക്കാതെ എന്നോട് വഴക്കുണ്ടാക്കുന്ന കുഞ്ഞുവാവ. എൻ്റെ മോൾക്ക് വേഗം ഒരു വഴക്കാളി തരാം. എൻ്റെ കുഞ്ഞിങ്ങോട്ട് വരട്ടടി, നിന്നെ ഞങ്ങൾ ശരിയാക്കുന്നുണ്ട്. ശ്രീ ഒരു കള്ളച്ചിരിയോട് അനുവിൻ്റെ കാതിൽ പറഞ്ഞു. അതെ ശ്രീയേട്ടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ? അനു ഒരല്പം ഗൗരവത്തോടെ ചോദിച്ചു. നീ ചോദിക്കുക. ശ്രീയേട്ടാ, അവിടെ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കുറയോ? അനു ശ്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ശ്രീ ഒരു ചിരിയോടെ പറഞ്ഞു. ആര് വന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല. നീ എന്നും എൻ്റെ മാത്രമായിരിക്കും. ശ്രീ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിലൊരു ചുടുചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു. ആ സ്നേഹത്തിലൂടെ അവൾ തിരിച്ചറിയുകയായിരുന്നു ഈ താലി ഒരു സൗഭാഗ്യമാണെന്ന്. അപ്പൊ എങ്ങനെയാ, നിന്നോട് വഴക്കിടാനുള്ള ആളെ വേണ്ടേ? ശ്രീ അനുവിൻ്റെ കാതിൽ പതിയെ മന്ത്രിച്ചു. ഇനി അവരായി അവരുടെ പാടായി. അതിൻ്റെ ഇടയിൽ നമ്മൾ കട്ടുറുമ്പുകളാവേണ്ട. എല്ലാവരും ഇങ്ങ് പോകുന്നേര്.